എന്തെല്ലാമാണ് വിദേശത്തുള്ള അക്കോമഡേഷൻ സ്കാമുകൾ? എങ്ങനെയായിരിക്കും നമ്മുടെ താമസ സൗകര്യം? എന്തുമാത്രം ചെലവ് വരും? നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണോ? എന്നിങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്. നേരിട്ട് അവിടെ പോയി എങ്ങനെയിരിക്കും ഈ സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കാനായുള്ള ഒരു സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തട്ടിപ്പുകൾ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. ലെറ്റ്സ് ബ്രേക്ക് ദ സൈലൻസ്. വിദേശത്ത് പഠിക്കാനായി എത്തുന്ന ഒരു കുട്ടിക്ക് താമസ സൗകര്യം എവിടെ കണ്ടെത്തണം എന്നത് എങ്ങനെയാണ് പ്രാധാന്യമുള്ളൊരു കാര്യമായി മാറുന്നത്? വിദേശത്ത് എത്തിപ്പെടുന്ന എല്ലാ കുട്ടികളും തന്നെ അവരുടെ ദൈനംദിന ചെലവ് കണ്ടെത്തുന്നത് പാർട്ട് ടൈം ജോലിയിലൂടെയാണ്. നിങ്ങളുടെ പാർട്ട് ടൈം ജോലി സൗകര്യവും യൂണിവേഴ്സിറ്റിയും താമസ സൗകര്യവും വെവ്വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക. രണ്ട് രീതിയിലാണ് പ്രധാനമായും വിദേശത്ത് അക്കോമഡേഷൻ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത്. പല ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ കാണുന്ന പ്രോപ്പർട്ടി ലിസ്റ്റിംഗുകൾ വാലിഡേറ്റ് ചെയ്യാതെ, അതായത് പരിശോധിക്കാതെയാണ് ലിസ്റ്റിംഗ് വരുന്നത്. ഇത് തിരിച്ചറിയാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പരിപൂർണമായും എമൗണ്ട് എല്ലാം തന്നെ നിക്ഷേപിച്ച ശേഷമാണ് നമ്മൾ ആ രാജ്യത്ത് എത്തിപ്പെടുന്നത്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതൊരു വ്യാജ ലിസ്റ്റിംഗ് മാത്രമാണ് എന്ന്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ അനേകം പേർക്ക് വിദേശത്ത് എത്തിപ്പെടുമ്പോൾ നഷ്ടം വരുന്നത്. ഇനി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസോ ഏജൻസോ വരുത്തി വയ്ക്കുന്ന നഷ്ടമാണ് രണ്ടാമത്തേത്. അതായത് നിങ്ങളുടെ അഡ്മിഷൻ എല്ലാം ശരിയായ ശേഷം വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ വളരെ വലിയ ലോങ് ടേം കോൺട്രാക്റ്റുകൾക്കായി നിങ്ങളെ നിർബന്ധിക്കും. ഇനി എങ്ങനെ നമുക്ക് ഇത്തരം സ്കാമുകളിൽ നിന്നും രക്ഷപ്പെടാം? നിങ്ങളൊരു ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് താമസ സൗകര്യം അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിൽ ലിസ്റ്റ് ചെയ്ത ഫോൺ നമ്പറിൽ വിളിച്ച് പരിശോധിക്കുക. അവരുടെ പക്കൽ നിന്നും ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ നിങ്ങളുടെ കൈവശം എത്തിച്ചേർന്നു എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം വ്യക്തമായി അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് ഓരോന്നും തന്നെ പരിശോധിക്കുക. അതിനുശേഷം മാത്രമായിരിക്കണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ മുൻ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ വ്യക്തികളുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ താമസ സൗകര്യം എത്രമാത്രം റിലയബിൾ ആണ് എന്നും കൂടെ ഉറപ്പുവരുത്തുക. മൂന്നാമത്, എത്ര തന്നെ നിർബന്ധിച്ചാലും 3 മാസത്തിൽ കൂടുതലുള്ള അക്കോമഡേഷൻ കോൺട്രാക്റ്റുകൾ നിങ്ങൾ സൈൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ എത്രമാത്രം ദൈർഘ്യമുള്ള ഒരു അക്കോമഡേഷൻ കോൺട്രാക്റ്റിലാണ് ഒപ്പുവെക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള ഒരു കമ്മീഷൻ തുക നിങ്ങളുടെ ഏജന്റിനോ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റിനോ അക്കൗണ്ടിൽ വന്ന് വീഴും എന്നതുകൂടെ മനസ്സിലാക്കുക. നമ്മൾ പറ്റിക്കപ്പെടുക എന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക.